വെളിയങ്കോട് ഹൈവേയിൽ ഉണ്ടല്ലേ, മെയിൻ റോഡാണ് ചങ്ങാട റോഡ്. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കാണുക, പൊതുജനങ്ങൾ ഇതൊക്കെ ഒന്ന് കാണും. വളരെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ വരുന്നത്. ഒരുപാട് കുഴികളല്ലേ. എങ്ങനെ പോണേ? അതായത് ഭക്ഷണം കഴിച്ചത് റോട്ടിൽ പോകുമ്പോ പെട്ടെന്ന് തയ്ക്കൂല, ഗ്യാസൊക്കെ ഉണ്ട് വേഗം പോകൂല. രണ്ട് വാക്ക് റോഡായിട്ട് വളരെ മോശം. ഞാൻ നല്ല പറഞ്ഞുതരും. പെരുന്നാൾ കിച്ചനായിരുന്നു. എന്ത് റോഡാണ്? നല്ല റോഡാണോ വടക്ക് റോഡാണോ അത്? നല്ല റോഡാ? വളരെ മോശല്ലേ? പൊതുജനങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണ ഈ റോഡ് ഇട്ടാ. ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തപ്പോ പറയാം, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ ഒക്കെ പിടിച്ചിട്ട് ഒന്ന് സംസാരിച്ചിട്ട് റോഡ് കെട്ടണം. അല്ലാണ്ട് കുഞ്ചിരുത്തി ഇടിക്കാനല്ലേ ഈ റോഡിന്റെ അവസ്ഥയെ കുറിച്ച്? അടിപൊളിയാണ്, അടിപൊളി റോഡാണ്. കുട്ടികളൊക്കെ പോകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, റോഡിനെ കുറിച്ച് റോഡാണ് ഇത്. പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കാത്തത് ഒറ്റ കാര്യത്തിൽ വളരെ മോശമല്ലേ വെളിയങ്കോട് പഞ്ചായത്ത്? ഈ റോഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ റോഡിനെ കുറിച്ച് റോഡായ കച്ചവടമല്ലോ. വെളിയങ്കോട് പഞ്ചായത്ത് എന്താ പാട്? തല്ലിപ്പൊളിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്ഥിരം ചില പണിക്ക് പോകുന്ന ആൾക്കാരാണ്. വണ്ടിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡെയിലി ഇതിക്കൂടെ ഓടിച്ചിട്ട് റോഡ് ഒരു ഭാഗം കുറച്ചു നേരം നന്നാക്കി കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം അതേപോലെ പൊളിഞ്ഞെടുക്കുകയാണ്. മറ്റേ ഭാഗം നന്നാക്കി വരുമ്പോൾ മറ്റേ നന്നാക്കിയ ഭാഗം പൊളിഞ്ഞു വരും. നിങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു? വണ്ടിക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? വണ്ടിയുടെ പാർട്സുകളൊക്കെ ഓരോന്നായിട്ട് ഇളകി കത്തി ഒടിഞ്ഞ് പോവുകയാണ് വണ്ടി. ഇവരൊക്കെ ഒന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ് ഒരു ഒത്തൊരുമ. വെളിയങ്കോട് പഞ്ചായത്തിനെ കുറിച്ച് എന്താ നിങ്ങളെ അഭിപ്രായം? പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് തന്നെയല്ല, അതാണ് പഞ്ചായത്ത് തന്നെ. ഈ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇത് കണ്ടോ ആക്സിഡന്റ്? കണ്ടോ? റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. കണ്ടോ? ഈ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. കണ്ടില്ലേ? വെളിയങ്കോട് ചങ്ങാട റോഡ് വളരെ മോശം. എന്തിനാ കൂടുതൽ പറയുന്നത്? നല്ല പോലെ കണ്ടാൽ പോലെ അല്ല. വലിയ തിരക്ക്. രണ്ടാം വാർഡിലെ മെമ്പറെ കുറിച്ച് ഇതിൽ പറയാണെങ്കിൽ ഇതിനൊക്കെ തന്നെയല്ലേ ഇതിന്റെ അവസ്ഥ. നമ്മുടെ മെമ്പർ ഇതിനോട് സഹകരിക്കണില്ല. അയാള് കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ ഇതൊക്കെ എന്നോ മാറ്റം വന്നിരുന്നു. എന്താ പറയാനുള്ളത്? കണ്ടലൊക്കെ കേടുന്നു തുടങ്ങി. ഓട്ടോ ഓടിച്ചിട്ട് തീരെ വയ്യാതെ പോകാൻ മോശം റോഡ്, വളരെ മോശം. ഈ റോഡിന്റെ അവസ്ഥനെ കുറിച്ചിട്ട് കണ്ടില്ല, ജനങ്ങളെ പ്രതികരണങ്ങളാണ് ഇതൊക്കെ. ഈ റോഡിന്റെ അവസ്ഥനെ കുറിച്ച് പറഞ്ഞു. വളരെ മോശം. മെമ്പർ സ്ട്രോങ് അല്ലേ? അടുത്ത പ്രാവശ്യം നമുക്ക് ജയിപ്പിക്കണം. വീണ്ടും വീണ്ടും വീണ്ടും. ഈ റോഡിനെ കുറിച്ചൊരു അവസ്ഥ പറഞ്ഞേ. റോഡിനെ കുറിച്ചിട്ട് സൂപ്പർ റോഡാ. കോളേജ് ചെറിയ കുട്ടികളൊക്കെ എത്ര റിസ്ക് എടുത്തിട്ട് വന്നാൽ ഇതിനെ വരണേ. ഈ റോഡിന്റെ അവസ്ഥനെ കുറിച്ചിട്ട് ഇതിന്റെ അവസ്ഥ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ചാൻസ് അടിക്കുന്നത് വണ്ടി പോകണം. മക്കളെ തണ്ടല് വേണ്ടി വണ്ടിയുടെ തണ്ടല് വേണം. അയാളുടെ ഒരു അവസ്ഥ. നിങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നില്ല? ഞങ്ങളെ വണ്ടി കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ പിന്നടക്കം മുക്കുകയാണ്. കാരണം എന്താ പറയുക, ടയറ് ഊഞ്ഞാലാടുകയാണ്. ഇതാണെന്താ ചെയ്യുക? സ്കൂൾ കുട്ടികളെ പോലും കൊണ്ടുപോകാൻ വയ്യ. അവർ പോലും അതിൽ കിടന്ന് അട്ടിമറിയാണ്. ആ രീതിയിലാണ് അവസ്ഥ. ഭയങ്കര അവസ്ഥ തന്നെ, ഭയങ്കര അവസ്ഥ. ഇങ്ങനെ റോഡ് വെളിയങ്കോട് ദേശത്ത് വരെ കണ്ടില്ല. റോഡ് വളരെ മോശം. ഈ ഹൈവേ ഇങ്ങനെ വന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇതിലൂടെ യാത്ര ചെയ്യാൻ. ഇവിടെ ഒക്കെ ആകെ ചെളിക്കുളം. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ വണ്ടികളായിട്ട് പോകാൻ പറ്റുന്നില്ല. അത് നമ്മൾ റോഡ് ഈ റോഡിനെ കുറിച്ചിട്ട് ഈ റോഡ് തന്നെ മോശം കഴിഞ്ഞ എത്ര കാലമായത്? ഏത് പഞ്ചായത്ത് വെച്ചിട്ട് കാര്യം? ഈ റോഡിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഈ റോഡിനെ കുറിച്ച് എന്താ അവസ്ഥ? തെറിയൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും വളരെ മോശം റോഡ്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ റോഡ്
ഈ റോഡ് എന്ന് പറഞ്ഞാല് എന്താ വെച്ചാൽ ചങ്ങാട റോഡ് ഇത് ഇപ്പോഴൊന്നല്ല ഏതൊരു കാലത്ത് തുടങ്ങിയതാണ് ഈ റോഡിന് ശാപം. റോഡല്ല, ഇത് കുളമാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ റോഡിന്റെ അവസ്ഥയെ കുറിച്ചെന്ന് പറഞ്ഞത് നന്നായിട്ട് ശരിയാവണമെന്ന് പറയാം. വളരെ മോശമാണോ നല്ല റോഡാണോ? കുറേ ആയിട്ട് ബുദ്ധിമുട്ടാണ്, ശരിയാക്കി പറ്റും. ഈ ചെങ്ങാട് റോഡ് ആകെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ റോഡിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞ ഈ റോഡിനെ കുറിച്ചൊരു അവസ്ഥ പറഞ്ഞ ഈ റോഡിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറഞ്ഞ ഈ റോഡിനെ കുറിച്ച് 2 വാക്ക് എന്താ പറയുക? എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ പരിതാപകരമാണ്. പഞ്ചായത്ത് വാർഡ് നമ്മൾ എല്ലാവരും റോഡൊന്നും ഞങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിയമം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാം, ആ തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്തി ദയവ് ചെയ്ത് റോഡൊന്ന് ശരിയാക്കി തരണമെന്ന് അഭ്യർത്ഥന മാത്രമേ പറയാനുള്ളൂ. ഈ റോഡിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ ഈ റോഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ റോഡിനെ കുറിച്ച് എന്താ ചട്ടിന്റെ റോഡാണ് ഉണ്ണിയപ്പം. റോഡിന്റെ പോലെ നോക്കി വെളിയങ്കോട് പഞ്ചായത്തിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാം? പഞ്ചായത്തിനെ കുറിച്ച് അഭിപ്രായം ആകെ ബ്ലോക്ക് അവിടെ. ഈ റോഡിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞേ. ഈ റോഡിനെ കുറിച്ചൊരു അഭിപ്രായം ഈ റോഡ് വളരെ മോശമായ റോഡ്. ഇതൊക്കെ പഞ്ചായത്ത് അധികൃതർ കാണില്ലേ, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവർക്ക് വാഹനമായിട്ട് പോകാൻ വയ്യ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ റോഡിനെ കുറിച്ചൊരു അവസ്ഥ പറഞ്ഞ റോഡൊക്കെ വളരെ മോശമല്ലേ? ഇതെന്താ റെഡിയാക്കന്നെ ഈ റോഡിന്റെ അവസ്ഥനെ കുറിച്ച് ഇപ്പോഴല്ലേ വാഹനങ്ങളിങ്ങനെ തിരക്കായിട്ട് പോകുമ്പോ കേടുവന്നതായിരിക്കാം. കുട്ടികൾക്ക് 2-3 മിനിറ്റൊക്കെ ഇവിടുന്ന് സ്കൂളിലെത്താകുമ്പോഴേക്കും ഇങ്ങോട്ട് പിടിക്കുന്നുണ്ട്. വളരെ മോശമാണ്. നിങ്ങളെ അഭിപ്രായം എന്താ? അഭിപ്രായം തന്നെയാണ്. നിങ്ങളെ ഓക്കെ വിട്ടു. റോഡിനെ കുറിച്ച് എന്താ അഭിപ്രായങ്ങളാ? റോഡിനെ കുറിച്ചിട്ട് ഇല്ല നിങ്ങള് പറയും റോഡിനെ കുറിച്ച് എന്താ അവസ്ഥ? വളരെ മോശമാണ്. നിങ്ങൾക്ക് കോളേജിലൊക്കെ എത്താൻ വഴിക്കുണ്ടോ? അതിന് പോകുമ്പോ ചളിയൊക്കെ തെറിക്കണ്ട യൂണിഫോമിലേക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ റോഡിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ കച്ചറ റോഡ്, നാരെ പഞ്ചായത്ത്, നാരെ റോഡ്, മെമ്പർ അടിപൊളി തല്ലിപ്പൊളി കുറിച്ച് 2 വാക്ക് റോഡിനെ കുറിച്ചിട്ട്. റോഡ് വളരെ മോശമാണ്. വണ്ടി കുട്ടികളൊക്കെ ആയിട്ട് പോണ വണ്ടിയിൽ തീരെ പോകാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്നുള്ള നടപടി ഉണ്ടാവുന്നതാണ് പറയുന്നത്. റോഡിനെ കുറിച്ച് എന്താ അവസ്ഥ? ബുദ്ധിമുട്ട് തന്നെയാണ്. റോഡിനെ കുറിച്ച് എന്താ പറയുക? റോഡിനെ കുറിച്ച് പറയാൻ ഒരുപാട് ഇവിടുത്തെ പഞ്ചായത്തിനെ നമുക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ റോഡ് ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. ഈ റോഡ് കാരണം അവർ വീട്ടിലിരുന്ന് അവര് ശമ്പളം വാങ്ങിക്കും. എന്ത് റോഡിന്റെ അവസ്ഥ? അടിപൊളി അവസ്ഥയല്ലേ ഈ റോഡിനെ കുറിച്ച് താത്ത് ഈ റോഡിനെ കുറിച്ച് 2 വാക്ക് പറയും. റോഡിനെ വെച്ചാൽ റോഡ് വളരെ മോശം. ഈ റോഡിനെ കുറിച്ച് എന്താ വാക്ക് ഇതിൽ പറയാനുള്ള? റോഡിനെ കുറിച്ചിട്ട് അടിപൊളി റോഡ്.